പരാബോളിക് റിഫ്ലക്റ്റർ ആൻറ്റിന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസ്മിഷനും റിസപ്ഷനും രണ്ടിനും ലോങ് ഡിസ്റ്റൻസ് എഫക്റ്റീവ്ലി കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആൻറ്റിനയാണ് പരാബോളിക് റിഫ്ലക്റ്റർ ആൻറ്റിന. ഇതിന് പരാബോളിക് സർഫസ് ഉണ്ടാവും, അതുപോലെ ഒരു ഫോക്കൽ പോയിൻ്റും ഉണ്ടാവും. ട്രാൻസ്മിഷൻ്റെ കേസിൽ ഈ ഫോക്കൽ പോയിന്റിൽ ഫോക്കസിലാണ് നമ്മൾ ഫീഡ് ആൻറ്റിന പ്ലേസ് ചെയ്യുക. ഫീഡ് ആൻറ്റിനയിൽ വരുന്ന സിഗ്നൽസ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടായ സിഗ്നൽസ് പരാബോളിക് റിഫ്ലക്റ്ററിൽ സ്ട്രൈക്ക് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് പിന്നീട് വരുന്ന സിഗ്നൽസ് പാരലലായ സിഗ്നൽസ് ആയിരിക്കും, പാരലലായ വേവ്സ് ആയിരിക്കും. അപ്പോൾ ഫീഡ് ആൻറ്റിനയിൽ നിന്ന് വരുന്ന സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിനെ പാരലൽ ബീമായിട്ട് മാറ്റും, കോളിമേറ്റഡ് വേവ്സ് ആയിട്ട് മാറ്റും. ഹൈലി ഡയറക്റ്റീവായി നമുക്കതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. റിസപ്ഷൻ്റെ കേസിൽ പാരലലായിട്ട് പരാബോളിക് റിഫ്ലക്റ്റിലേക്ക് വരുന്ന സിഗ്നൽസിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക്, അതിൻ്റെ ഫോക്കൽ പോയിന്റിലേക്ക് അതിനെ ഫോക്കസ് ചെയ്ത് വരാൻ സാധിക്കും. ഈ ഫോക്കൽ പോയിന്റിൽ നമ്മൾ ഫീഡ് ആൻറ്റിന പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയ സിഗ്നലിന് റിസപ്ഷൻ പോസിബിളാണ്. ഇങ്ങനെയാണ് പരാബോളിക് റിഫ്ലക്റ്റർ ആൻറ്റിന ട്രാൻസ്മിഷനും റിസപ്ഷനും രണ്ട് പേർപ്പസും നടത്തുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഗെയിൻ, ഗുഡ് ഡയറക്റ്റിവിറ്റി, സിമ്പിൾ ഡിസൈൻ, ക്യാൻ ബി ഈസിലി സ്റ്റിയർഡ്. പരാബോളിക് റിഫ്ലക്റ്ററിനെ നമുക്ക് നമ്മളെ ആവശ്യാനുസരണം പല ഭാഗങ്ങളിലേക്കും സ്റ്റിയർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫീഡർ ലോസസ് ആർ ഹൈ. ഇവിടെ ഫോക്കസ് പോയിന്റിൽ വെച്ചിരുന്ന ഫീഡ് ആൻറ്റിന സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ റിഫ്ലക്റ്ററിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സിഗ്നൽസ് മാത്രമേ നമുക്ക് എഫക്റ്റീവായ സിഗ്നൽസായി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫീഡർ ലോസസ് വളരെ ഹൈ ആണ്, അതുപോലെ ഫോക്കൽ ലെങ്ത്തും ഹൈ ആണ്.